ഹലോ, ഇന്ന് ടിഷ്യൂ പേപ്പറും കൊണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കായിരുന്നു കേട്ടോ ഞാൻ. ആക്ച്വലി ടിഷ്യൂ പേപ്പർ അല്ല, ദേ ഈ കാണുന്ന പേപ്പർ. ഈ വർഷം ഇതേപോലത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇപ്പൊ ഈ മുല്ലപ്പൂവൊക്കെ ലോകത്ത് എല്ലായിടത്തും കിട്ടുമല്ലോ, പിന്നെ ഇതിനാ വെറുതെ ടിഷ്യൂ പേപ്പറും കൊണ്ട് മുല്ലപ്പൂവൊക്കെ ഉണ്ടാക്കണേന്ന്. പക്ഷെ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ് ആക്ച്വലി അതത്ര ഈസി അല്ല. മുല്ലപ്പൂവൊക്കെ എല്ലായിടത്തും കിട്ടും, പക്ഷെ നമുക്കത് കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇനി സമയം ഉണ്ടെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. ഇനി ഈ മുല്ലപ്പൂവില്ലാതെ ഓണം ലുക്ക് കംപ്ലീറ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് ഈ വർഷം ഞാനും പേപ്പർ കൊണ്ട് ഉണ്ടാക്കി മുല്ലപ്പൂവാണ് വെക്കുന്നത്. അതുപോലെ ഇങ്ങനെ മടക്കുന്നതും വെട്ടുന്നതും പിന്നെ തിരിച്ച് കൈ വെച്ച് കളർ ചെയ്യുന്നതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ ചെയ്തത്. പക്ഷെ കെട്ടാൻ മാത്രം ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മുല്ലപ്പൂവിന്റെ ഇടയ്ക്ക് ഈ ഓറഞ്ച് കളറിലുള്ള പൂവും കൂടെ ചേരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയല്ലേ, അതുകൊണ്ട് ഞാൻ അതും കൂടെ ഉണ്ടാക്കി. പറഞ്ഞ ഓറഞ്ച് കളറുള്ള ആ പൂവിന്റെ പേര് കനകാംബരം എന്നാണോ? ഞങ്ങളുടെ വീട്ടിൽ കനകാംബരം എന്ന് പറഞ്ഞ പൂവുണ്ടായിരുന്നു. അത് ഏകദേശം ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് പറിച്ചതും തലയിൽ ചൂടിയതൊക്കെ എനിക്ക് ഓർമ്മ വരികയും ചെയ്തു. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ പൂവിന് കുറച്ച് വലിപ്പം കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ?